കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എല്ലാവരും വളരെയധികം പ്രാർത്ഥിച്ച ജീവന് വേണ്ടി വളരെയധികം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്ന ശ്രീനന്ദ എന്ന പെൺകുട്ടി. ഇന്ന് ശ്രീനന്ദയ്ക്ക് എല്ലാവരും യാത്ര അയക്കുമ്പോൾ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അല്ലാതെ മറ്റൊന്നും ആർക്കും നൽകാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും അതൊരു വേദനയായി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രതികരിച്ച് കൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കുമെന്ന് കരുതിയ പെൺകുട്ടിയുടെ മൃതശരീരമാണ് ലഭിച്ചത്. അതിന്റെ സങ്കടത്തിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ. ഒരാൾ പോലും അവിടെ കരയാതെ നിൽക്കുന്നില്ല. ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. മരിച്ചത് പഠനത്തിലും കലയിലുമൊക്കെ ഒരുപോലെ മിടുക്കിയായ പെൺകുട്ടി കൂടിയായിരുന്നു എന്നതാണ് കൂടുതലും വലിയ സങ്കടമായി തന്നെ മാറുന്നൊരു കാര്യം. കർണാടക ചിക്മഗ്ലൂരുവിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ് ഗുരുതര പരിക്കാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീനന്ദയുടെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും വീഴ്ചയുണ്ടായതെന്നും പരിക്കുകളൊന്നുമാണ് റിപ്പോർട്ട്. ശ്രീനന്ദയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും. മൃതദേഹം രാവിലെ 9 ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. രാവിലെ 10 മണി വരെ പൊതുദർശനം ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. സംസ്കാര ചടങ്ങുകൾ 10:30 ആരംഭിക്കുകയും ഉച്ചയ്ക്ക് കഴിയുകയും ചെയ്തു. ചിക്മഗ്ലൂരിൽ വച്ച് 4 ദിവസം മുൻപ് കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം 4-ാം ദിവസത്തെ തിരച്ചിലിനിടയിലാണ് കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. കുട്ടിയെ കാണാതായ മാണികധാരയിൽ നിന്ന് 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്.